ആരും പേടിക്കണ്ട, ഒന്നും പറ്റിയിട്ടില്ല. ഹേ ഗായ്സ്, അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്യൂട്ട് ഓർഗനൈസർ ആണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു കാർഡ്ബോർഡ് എടുത്ത് ഇതേപോലെ എന്തെങ്കിലും വെച്ച് 6 വട്ടം വരച്ചെടുക്കുക. എന്നിട്ട് അത് ഇതേപോലെ വെട്ടിയെടുക്കുക. ഈ വെട്ടുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം, കൈയൊന്നും മുറിയാതെ. അതിനുശേഷം ഇതേപോലെ ഒരു പെയിന്റ് എടുത്ത് നന്നായിട്ട് പെയിന്റ് ചെയ്ത് കൊടുക്കുക. പെയിന്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഈ കളർ പേപ്പർ ഒട്ടിച്ചാലും മതി. അപ്പോൾ എന്തായാലും നമ്മൾ പെയിന്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആവശ്യം ഒരു ചെറിയൊരു കാർഡ്ബോർഡാണ്. എന്തെങ്കിലും കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനും അതേപോലെ എടുത്തത്. എന്നിട്ട് ഒന്ന് സെക്യൂർ ആവാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. കാണിച്ച മണ്ടത്തരം എന്തെന്ന് വെച്ചാൽ ഈ ടേപ്പിന്റെ മേലെ കൂടെ ഗം തേച്ചതാണ്. അപ്പോൾ ഇരിക്കില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഒരു വൈറ്റ് പേപ്പർ അതിന്റെ മേലെ ഒട്ടിച്ചിട്ട് പിന്നെ അതിന്റെ മേലെ പശ തേച്ചിട്ടാണ് ഒട്ടിച്ചത്. അപ്പോൾ നന്നായിട്ടുണ്ട്. അടുത്ത മണ്ടത്തരം, അകത്ത് പെയിന്റ് അടിച്ചില്ലായിരുന്നു, അങ്ങനെ അകത്തും പെയിന്റ് അടിച്ചു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയാണ്, ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ എന്തായിരുന്നു, ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്, നല്ല രസമുണ്ട് കാണാനും. നമുക്ക് ടേബിളിലൊക്കെ വെക്കുമ്പോൾ ഒരു ഭംഗിയാണ്. ഇതൊക്കെ ചെയ്ത് നോക്കാൻ വലിയ പാടൊന്നുമില്ല. ജസ്റ്റ് കുറച്ച് നേരം നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ചെയ്താൽ കാണാനും ഭംഗിയാണ്, ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അങ്ങനെയല്ലേ ഇത്. ഇതിനു മുന്നേ വേറെ പെൻസിൽ ഹോൾഡർ ചെയ്തെങ്കിലും ഇതിൻ്റെ അത്ര വന്നിട്ടില്ല. സംഭവം എന്തായാലും ഓക്കെയാണ്. അപ്പോൾ ഓക്കെ, ബൈ ഗായ്സ്.